എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പം നമ്മളിങ്ങനെ പ്ലസ് ടുവിൻ്റെ ടോപ്പിക്സ് എല്ലാം ഇങ്ങനെ പഠിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 12 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 4 ടോപ്പിക്ക്. ഒരു ടോപ്പിക്കിന് 3 മാർക്ക് നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 12 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണോ? ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. 4 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. എന്തൊക്കെ ടോപ്പിക് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നും കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം വാരി വലിച്ച് എഴുതിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഇന്ന കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം 12 മാർക്ക് കിട്ടാൻ പറ്റുന്ന 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഓക്കെ, അപ്പം നമുക്ക് ആ 4 ടോപ്പിക്സ് നോക്കാം. ഒന്ന്, ലാന്തനയുടെ കോൺട്രാക്ഷനും കോൺസിക്വൻസും. അത് 3 മാർക്കിന് ഒരുപാട് വട്ടം നമുക്ക് ചോദിച്ച ടോപ്പിക്കാണ്. ലാന്തനയുടെ കോൺട്രാക്ഷനും അതിൻ്റെ കോൺസിക്വൻസ്. ലാന്തനയുടെ കോൺട്രാക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഉണ്ട്. അതിൽ ലാന്തനൈറ്റ്സിൽ സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈറ്റ്സ് ഫ്രം ലെന്താനം ടു ലുട്ടീഷ്യം. ലെന്താനം ടു ലുട്ടീഷ്യത്തിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലെന്താനം ലെഫ്റ്റ് സൈഡിലും ലുട്ടീഷ്യം എൻഡിലും. ലെന്താനം ഒരിക്കലും ഒരു എഫ് ബ്ലോക്ക് എലമെൻ്റ് അല്ല, അല്ലേ? സീറിയം തൊട്ട് കാണാൻ നമുക്ക് എഫ് ബ്ലോക്ക് എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലാന്തനൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ലെന്താനം തൊട്ട് കാണാൻ പറയുന്നത്. ലെന്താനം കഴിഞ്ഞിട്ട് വരുന്ന 14 എലമെൻറ്റ്സ് ആണ് ലാന്തനൈഡ്സ്. അപ്പം ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലെന്താനം ടു ലുട്ടീഷ്യം നമ്മൾ ലാന്തനൈഡ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സൈസ് റെഗുലർ എന്ന വേർഡ് നിങ്ങൾ എഴുതാതിരിക്കരുത്, വേണം. സ്റ്റഡി അല്ലെങ്കിൽ റെഗുലർ എന്ന് വേണം. സ്റ്റഡി അല്ലെങ്കിൽ റെഗുലർ ഡിക്രീസ് ഓഫ് സൈസ് ഫ്രം ലെന്താനം ടു ലുട്ടീഷ്യം ഈസ് കോൾഡ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കോൺസിക്വൻസ് ആണ് നമുക്ക് വേണ്ടത്. അത്രയും എഴുതിയാൽ മതി, ഡെഫിനിഷൻ അത്രയും മതി. അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന്, ലാന്തനൈഡ്സിൻ്റെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആവും. ലാന്തനൈഡ്സിൻ്റെ സെപ്പറേഷൻ ബുദ്ധിമുട്ടാണ്. കാരണം ലാന്തനൈഡ് കോൺട്രാക്ഷൻ വഴി എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം സൈസ് വരുന്നുണ്ട്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആവും. അതാണ് ഒന്നാമത്തെ കോൺസിക്വൻസ്. രണ്ടാമത്തത്, ലെന്താനം ടു ലുട്ടീഷ്യം. ലെന്താനത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് LaOH ത്രൈസ്, ലുട്ടീഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് LuOH ത്രൈസ്. അങ്ങോട്ട് പോകുന്തോറും സൈസ് കുറയാണ്. അപ്പം ലെന്താനം ടു ലുട്ടീഷ്യൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ഡിക്രീസസ്. ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ് കുറയും. ലെന്താനം ടു ലുട്ടീഷ്യൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡ്സിൻ്റെ ബേസിസിറ്റി ഡിക്രീസ് ചെയ്യും. അതും ലാന്തനൈഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആണ്. മൂന്നാമത്തെ കോൺസിക്വൻസ്, 3Dക്കും 4Dക്കും ഓൾമോസ്റ്റ് സെയിം സൈസ് വരും. അതും ലാന്തനൈഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആണ്. ഇത്രയും എഴുതിയാൽ മാത്രമേ അവർ ഫുൾ മാർക്കും തരത്തുള്ളൂ. ഓക്കെ, 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റിന് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കായിരിക്കും, കോൺസിക്വൻസിനായിരിക്കും 2 മാർക്ക്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി അത് എഴുതാതിരിക്കരുത്. അടുത്തത്, ഷീ അല്ലെങ്കിൽ നേൺസ്റ്റിക്കേഷൻ. ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഷീ ചോദിക്കും, അല്ലെങ്കിൽ നേൺസ്റ്റിക്കേഷൻ ചോദിക്കും. നേൺസ്റ്റിക്കേഷൻ ആണെങ്കിൽ അറിയാമല്ലോ, E cell is equal to E0 cell minus 0.0591 divided by n log concentration of product by concentration of reactant. ഇതാണ് നേൺസ്റ്റിക്കേഷൻ. ഇതിൽ നമുക്ക് നേൺസ്റ്റിക്കേഷന് ചോദിക്കുന്ന ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റിക്കേഷൻ ആയിരിക്കും. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. അതോ ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റിക്കേഷൻ എഴുതാൻ പറയും, അതിൻ്റെ ഡെറിവേഷൻ എഴുതാൻ പറയും, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഡാനിയൽ സെൽ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവും, E cell is equal to E0 cell minus 0.0591 എന്നിന് പകരം 2 ആവും, ലോഗ് പ്രൊഡക്റ്റിന് പകരം Zn2 പ്ലസ്, റിയാക്റ്റന്റിന് പകരം Cu2 പ്ലസ്. ഇതാണ് നേൺസ്റ്റിക്കേഷൻ. പിന്നെ ഷീ എഴുതുമ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഷിയർ ഡയഗ്രാം മസ്റ്റായിട്ട് വരയ്ക്കണം. ഷീ എന്താണെന്ന് പറഞ്ഞാൽ, ഷീ കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ഡിപ്ഡ് ഇൻ 1 മോളാർ സൊല്യൂഷൻ ഓഫ് H+ അയോൺസ്. ഒരു സൈഡിൽ കൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ടും ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വരച്ചിട്ട് ആ ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ടോ അത് പാരഗ്രാഫ് ആയിട്ട് എഴുതണം. അതിനുശേഷം ഷിയുടെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് നമ്മൾ എഴുതണം. പൊട്ടൻഷ്യൽ ഓഫ് ഷീ ഈസ് കൺസിഡർഡ് ആസ് 0. എന്തിനാണ് ഷീ യൂസ് ചെയ്യുന്നത്? ഷീ യൂസ്ഡ് ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഹാഫ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ഷിയെ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എഴുതണം. അത് ആദ്യം എഴുതിയാൽ അത്രയും നല്ലത്. ആദ്യം ഷീ എന്താണ്? ഷീ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ്സ്. പിന്നെ ഷിയുടെ ഡയഗ്രാം വരയ്ക്കുക, ഷിയുടെ കാര്യങ്ങൾ എഴുതുക. ഡയഗ്രത്തിനകത്ത് പ്ലാറ്റിനം ഇലക്ട്രോൺ ഉണ്ട്, കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്, 1 മോളാർ സൊല്യൂഷൻ മുക്കി വെക്കുന്നു. അത് പിന്നെ ഷിയുടെ പൊട്ടൻഷ്യൽ 0 കൺസിഡർ ചെയ്തേക്കണം. അതിനുശേഷം അത് എഴുതുക. പിന്നെ ഷിയുടെ റെപ്രസെൻറ്റേഷൻ, ഷി ആനോഡ് അറ്റാക്ക് ചെയ്യും, കാഥോഡ് അറ്റാക്ക് ചെയ്യും. രണ്ടിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതണം. മതി. ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത്രയും എഴുതണം, എഴുതാതിരിക്കരുത്.
2 മാർക്കിനായാലും 3 മാർക്കിനാണ് ഷീ ചോദിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് ഫുൾ എഴുതണം. പിന്നെ എനർജിഫിക്കേഷൻ അത് ഏതിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതാം. പിന്നെ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു റിയാക്ഷൻസ് ഉണ്ട്, കുറച്ചധികം റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, നോർമൽ സ്ട്രക്ചർ CHO, CHOH, COH, CHOH, CHOH, then CH2OH. ഇങ്ങനെയാണ് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഗ്ലൂക്കോസിൽ 6 കാർബൺ ഉണ്ട്. 6 കാർബണായിട്ട് സ്ട്രേറ്റ് ചെയിനിലാണ്. അത് കണ്ടുപിടിക്കാൻ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 6 കാർബണും സ്ട്രേറ്റ് ചെയിനാണെങ്കിൽ അത് നമ്മൾ ബയോമോളിക്യൂൾസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 6 കാർബണായിട്ട് നേരെയാണെങ്കിൽ അത് എന്തായിരിക്കും, 6 കാർബണായിട്ട് നേരെയാണ്, ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും, ഹെക്സൈൻ കിട്ടും. അപ്പം 6 കാർബണായിട്ട് നേരെയാണ്. രണ്ടാമത്തത് CHO ഗ്രൂപ്പ്, അതല്ല കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കും. കാർബണൈൽ ഗ്രൂപ്പ് CHO ആണെന്ന് രണ്ടാമതാണ് പിന്നെ കൺഫേം ചെയ്യുന്നത്. കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കും. കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ HCN-ഉം NH2OH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. HCN ഹൈഡ്രജൻ സയനൈഡ്, നമുക്ക് സയാനോ ഹൈഡ്രജൻ കിട്ടും. NH2OH ഹൈഡ്രോക്സിലമീൻ, നമുക്ക് ഓക്സൈൻ കിട്ടും. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഈ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെന്ന് നോക്കാനായിട്ട് നമ്മൾ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. നമുക്ക് ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടിയാൽ ആൽഡിഹൈഡ് ഉണ്ട്, കിട്ടും, ആൽഡിഹൈഡ് ഉണ്ട്. പിന്നെ 5 OH ഗ്രൂപ്പ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. 5 OH ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണം പ്രൈമറി ആണ്. അത് കണ്ടുപിടിക്കാൻ കോൺസെൻട്രേറ്റ് HNO3 റിയാക്ട് ചെയ്യിപ്പിക്കും. സാക്കറിക് ആസിഡ് കിട്ടും, പ്രൈമറി ആണെന്ന് കൺഫേം ചെയ്യും. എക്സാമിൽ അപ്പോൾ ഇങ്ങനെ ആരോട്ട് ചോദിക്കും, ഗ്ലൂക്കോസ് പ്ലസ് HI എന്ത് കിട്ടി? ഗ്ലൂക്കോസ് പ്ലസ് HI N-ഹെക്സൈൻ. ഗ്ലൂക്കോസ് പ്ലസ് HNO3 എന്ത് കിട്ടി? സാക്കറിക് ആസിഡ്. ഗ്ലൂക്കോസ് പ്ലസ് ബ്രോമിൻ വാട്ടർ എന്ത് കിട്ടി? ഗ്ലൂക്കോണിക് ആസിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ, എന്നിട്ട് ഇങ്ങനെ പിറാനോ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കില്ല, ഇങ്ങനെ ഇവിടെ ഒരു ഓക്സിജനെ കൊടുത്ത് ഇങ്ങനെ പിറാനോ സ്ട്രക്ചർ വരയ്ക്കില്ല, ആൽഫയും ബീറ്റയും. അതിൽ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. ആൽഫ വരയ്ക്കുന്നതാണ് നല്ലത്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൂക്കാസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹിൻസ്ബർഗ് ടെസ്റ്റ്, ഏതെങ്കിലും ഒരു ടെസ്റ്റ്, ഒന്നില്ലെങ്കിൽ ലൂക്കാസ് ടെസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് അറിയില്ല, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് HCl-ഉം സിങ്കും. ഇതാണ് എന്ത്, നമ്മുടെ ലൂക്കാസ് ടെസ്റ്റ്. അതിനകത്ത് ടെർഷറി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി, സെക്കൻഡറി ആണെങ്കിൽ 5 മിനിറ്റിന് ശേഷം ടർബിഡിറ്റി, പ്രൈമറി ആണെങ്കിൽ റിയാക്ട് ചെയ്യില്ല. ഹിൻസ്ബർഗ് ടെസ്റ്റ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ കണ്ടുപിടിക്കാൻ. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ് റിയേജന്റ്, അല്ലെ? C6H5SO2Cl, അതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. N-ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് കിട്ടും, അത് ആൽക്കലിയിൽ സോൾബിൾ ആണ്. സെക്കൻഡറി അമീൻ നമ്മുടെ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യും. NN ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് കിട്ടും, ആൽക്കലിയിൽ ഇൻസോളുബിൾ ആണ്. പ്രൈമറി സോളുബിളും സെക്കൻഡറി ഇൻസോളുബിൾ ആണ്. ടെർഷറി റിയാക്ട് ചെയ്യത്തില്ല. അപ്പം ലൂക്കാസ് ടെസ്റ്റും ഹിൻസ്ബർഗ് ടെസ്റ്റും, ഈ 4 ടോപ്പിക് കൊണ്ട് 12 മാർക്ക് മസ്റ്റായിട്ട് ഉറപ്പാണ്. അതുകൊണ്ട് ക്ലിയർ ആക്കി പഠിച്ചിട്ട് തന്നെ പോകും. ഓക്കെ ആണല്ലോ? കൺഫേം ആണ്. 4 ക്വസ്റ്റ്യൻ 12 മാർക്ക്. ഇത് 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.